ഇപ്പോഴിതാ CPI നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി CPI നേതാക്കളെ കാണുന്നതിനായി ഇപ്പോഴിതാ അജോയ് ഭവനിലേക്ക് വിജയ് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അജോയ് ഭവനിലേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് CPI ഓഫീസിലേക്ക് കൂടി വിജയ് എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലൊരു സഖ്യം സാധ്യമായതിനു ശേഷം, ആ സഖ്യം ഒരു സർക്കാർ രൂപീകരിച്ചതിന് ശേഷം പിന്തുണ നൽകിയ ഘടകകക്ഷികൾക്ക് നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് ഡൽഹിയിലേക്ക് വിജയ് നേരിട്ടെത്തുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യ ഡൽഹി യാത്ര എന്ന പ്രത്യേകത കൂടിയുണ്ട്. നിർണായകമായ കൂടിക്കാഴ്ചകൾ സഖ്യകക്ഷികളുമായി ഉണ്ടാവുന്നു. ഇന്ത്യ സഖ്യത്തിലേക്ക് TVK കൂടി എത്തുകയാണോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യം സജീവമായി നിൽക്കുന്നൊരു അന്തരീക്ഷം കൂടിയാണ്. അതിനിടയിലാണ് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ആദ്യം സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച, അതിൽ തന്നെ ദേശീയ തലത്തിൽ ഏതൊക്കെ തരത്തിൽ സഹകരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ സാധ്യതകൾ അടക്കം വിലയിരുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇപ്പോഴിതാ അജോയ് ഭവനിലേക്ക് വിജയ് എത്തിയിരിക്കുകയാണ്. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഇതാ തമിഴ്നാട് മുഖ്യമന്ത്രി CPI ഓഫീസിലേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോഴും വിജയ്ക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ, ഒരു മികച്ച ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് വിജയ് ഇതിനോടകം മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഇന്ത്യ സഖ്യ യോഗത്തിൽ DMKയെ ചേർത്ത് നിർത്തണം എന്നുള്ള അഭിപ്രായമൊക്കെ പൊതുവായി പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നെങ്കിലും TVK ഇന്ത്യ സഖ്യത്തോട് കൂടുതൽ അടുക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി ഈ ദൃശ്യങ്ങൾ മാറുകയാണ്. ആദിൽ പാലോട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിൽ, ഇതാ തമിഴ്നാട് മുഖ്യമന്ത്രി CPI ഓഫീസിലേക്ക് അജോയ് ഭവനിലേക്ക് എത്തുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ വാഹനം നമുക്കിപ്പോൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം കമാൻഡോയെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വാഹനം തിരിച്ചിട്ടിരിക്കുന്നു, പുറത്തേക്ക് കടക്കാനുള്ള വിധത്തിൽ വാഹനം ഇട്ടിരിക്കുന്നു. നേരത്തെ CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ തന്നെ പുറത്തേക്ക് ഇറങ്ങി പൂച്ചെണ്ട് നൽകിയാണ് വിജയെ സ്വീകരിച്ചത്. വിജയ് ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. രാജയുടെ ഓഫീസിലേക്കാണ് വിജയ് പോയത് എന്നാണ് കരുതുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച. അതിൽ വിജയ് D രാജ കൂടിക്കാഴ്ച, ഈ സർക്കാർ നിലനിൽക്കണമെങ്കിൽ CPIയുടെ പിന്തുണ അനിവാര്യമാണ്. CPI, CPM, മുസ്ലിം ലീഗ്, VCK കക്ഷികളുടെ പിന്തുണയോടെയാണ് വിജയ് മുഖ്യമന്ത്രിയായി തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം ശക്തമാക്കുക, കൂടുതൽ ശാക്തീകരിക്കുക എന്ന് തന്നെയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമായി കാണുന്നു. 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക്, കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്ക് TVKക്ക് എത്താൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പിന് പിന്നാലെ. അതിനുശേഷമാണ് മറ്റ് കക്ഷികളെ കൂടി ഈ രൂപത്തിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമുണ്ടായത്, അവരുടെ കൂടി പിന്തുണ തേടാനുള്ള ശ്രമമുണ്ടായത്. കോൺഗ്രസിൻ്റെ 5 MLA-മാരെ ഒപ്പം കൂട്ടി. അതിന് പിന്നാലെയാണ് CPM, CPI ഇടത് പാർട്ടികൾ പുറത്തു നിന്ന് പിന്തുണ നൽകാൻ സമ്മതിച്ചത്. ഏതായാലും ഇപ്പോൾ CPI ദേശീയ ആസ്ഥാനത്തേക്ക് അജോയ് ഭവനിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. മാധ്യമങ്ങൾ പുറത്ത്, ഗേറ്റിന് പുറത്താണ്. വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. 10-20 സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഇതിനുള്ളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഈ രൂപത്തിൽ കനത്ത സുരക്ഷയിൽ അജോയ് ഭവൻ മാറിയിരിക്കുന്നു. ഒരുപക്ഷേ ഈ അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രിമാർക്ക് കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷ Z+ സുരക്ഷയാണ് സാധാരണഗതിയിൽ തന്നെ നൽകുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും സുരക്ഷയ്ക്കായി ഉദ്യോഗസ്ഥരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ കോൺഗ്രസ് 10 ജൻപത്തിൽ സോണിയാഗാന്ധിയുടെ വസതിയിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇങ്ങോട്ട് എത്തിയത്. MA ബേബി അടക്കമുള്ളവർ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ CPM ഓഫീസിലേക്ക് കൂടി പോകും എന്നതായിരുന്നു നേരത്തെ വിജയുടെ ഓഫീസ് കരുതിയിരുന്നതും. അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയതും. ഇപ്പോൾ രണ്ടാമത്തെ യാത്രയാണ് വിജയുടേത് ദില്ലിയിലേക്ക്. നാളെ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാനാണ്, പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനായാണ് വിജയ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വിജയ് മുഖ്യമന്ത്രിയായ ശേഷമുള്ള രണ്ടാമത്തെ യാത്ര. ആദ്യ യാത്രയിൽ അങ്ങനെ തന്നെയാണ് തമിഴ്നാട്ടിലൊരു സർക്കാർ സാധ്യമായതിന്റെ, പിന്തുണച്ചതിന്റെ നന്ദി പ്രകടനം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ വിപുലമായ രാഷ്ട്രീയ ധാരണ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ച, അതീവ നിർണായകമായ കൂടിക്കാഴ്ച എന്നാണ് പൊതുവെ ഈ വിജയുടെ ദില്ലി സന്ദർശനത്തെ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇനി DMKയുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാണല്ലോ ആദിൽ പാലോട്. ഉറപ്പായും DMKയുമായി എല്ലാ അർത്ഥത്തിലും പിരിഞ്ഞു എന്ന നിലയിലാണ് ഇപ്പോൾ CPM-ൻ്റെയും CPI-യുടെയും പ്രതികരണങ്ങൾ വരുന്നത്. DMK സഖ്യകക്ഷിയായിരിക്കെയാണ്
CPIയും CPMും മുസ്ലിം ലീഗും VCKയും എല്ലാം ജയിച്ചു കയറിയത്. പക്ഷേ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകേണ്ടതില്ല, BJPയുടെ കയ്യിൽ ഭരണം കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിന്റെ ഭാഗമായാണ് DMKയുടെ അനുവാദത്തോട് തന്നെ CPMും CPIയും പുറത്തേക്ക് വന്നത്. പക്ഷേ ഇവരുടെ പിന്തുണ നിർണായകമാണ്. CPMന്റെയും CPIയുടെയും പിന്തുണയില്ലെങ്കിൽ കേവല ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാൻ TVK സർക്കാരിന് കഴിയുമായിരുന്നില്ല, മുഖ്യമന്ത്രിയാകാൻ കഴിയുമായിരുന്നില്ല. നമ്മൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാർ രൂപീകരണത്തിന്റെ സമയത്ത് 4ഉം 5ഉം തവണയാണ് ഗവർണറെ കാണാനായി, ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കാണാനായി വിജയ് ലോക്ഭവനിലേക്ക് പോവുകയും പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഏതായാലും സർക്കാർ രൂപീകരിച്ച ശേഷം രണ്ടാമത്തെ ദില്ലി യാത്ര, അതിൽ CPI ആസ്ഥാനം സന്ദർശിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പാലോടും നോബൽ മാരിക്കാരനും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇപ്പോഴിതാ വിജയ്, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് CPI ആസ്ഥാനത്തേക്ക് അജോയ് ഭവനിലേക്ക് എത്തിയിരിക്കുകയാണ്. D രാജ വിജയെ സ്വീകരിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു.